എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ടെൻസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ടെൻസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണണം. ഓക്കെ, എന്നിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരാൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സ്റ്റേജിൽ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്നേ. സ്റ്റേജിൽ വരാൻ പറ്റിയ ആൾക്കാരൊക്കെ ഒന്ന് റിക്വസ്റ്റ് അയച്ചേ. കുറച്ച് പേര് സഹകരിക്കണം. നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ഓരോരുത്തർ പേര് വിളിക്കാം. കാരണം ഇവിടുത്തെ പോൾ വർക്കിംഗ് അല്ല, അതുകൊണ്ടാണ് പോളിൻ്റെ ഓപ്ഷൻ വർക്കിംഗ് അല്ല. അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റേജിൽ ഞാൻ ചോദിക്കുന്ന ആൾക്കാർ അത് ആൻസർ ചെയ്യുക. അല്ലാത്തൊരു ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ ഓരോ ചോദ്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് നോട്ട്, ജസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടിൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ ഞാൻ പറയുന്നതിനകത്ത് എക്സ്പ്ലനേഷൻ പറയുമ്പോൾ കിട്ടിയിരുന്നാൽ അതൊന്ന് ജസ്റ്റ് കുറിച്ചിടാം. അപ്പോൾ ഈ ഒറ്റ ക്ലാസ്സിന് കൂടിയിട്ട് ഈ പറയുന്ന ടെൻസ് എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നസീറ ഒന്ന് മൈക്കൊന്ന് ഓൺ ആക്കിയേ. കേൾക്കുന്നുണ്ടോ? പ്രിൻഷ? ഹലോ. നസീറ കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. നസീറ ഈ ചോദ്യം ഒന്ന് വായിച്ചേ. അനിൽ ഡാഷ് അപ്പ് at 5 am every day. അനിൽ gets up. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ സി gets. ഓക്കെ, എന്തുകൊണ്ടാണ് ഗെറ്റ്സ് വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അനിൽ സിംഗുലർ ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് എങ്ങനെ മനസ്സിലായത്? എവറി ഡേ. എവറി ഡേ ഉണ്ട് അല്ലെ? എവറി ഡേ ഉള്ളത് കൊണ്ട് ഈ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മനസ്സിലായി അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഏതൊക്കെ ഓക്സിലറിയാ യൂസ് ചെയ്യാം? ഈ ഡു ഓർ ഡസ് ഫോമില് ഉള്ളത് ഡസ് അല്ലെ? ഡു ഓർ ഡസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ ഗെറ്റ്സിൽ ഏതാ ഉള്ളത്? ഗെറ്റ് പ്ലസ് ഡസ്. ഡസ് ആ ഉള്ളത് അല്ലെ? ഓക്കെ, കാരണം അനിൽ സിംഗുലർ ആയതുകൊണ്ട്. ഈ ഗെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, അതിൻ്റെ ഉള്ളിൽ ഏതാ ഉള്ളത്? ഡു. ഡു. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത അവിടെ തന്നെ നിൽക്കണേ. ഞാൻ ചെയ്യാം. നെക്സ്റ്റ് പ്രിൻഷ പറഞ്ഞ ഈ ചോദ്യം ഒന്ന് വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. ബാക്കി എല്ലാവരും കമന്റ് ചെയ്തോളൂ. സർ കേൾക്കാമോ? ഏതാ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആൻസർ പറ വായിച്ചിട്ട്. He dashed for a bus for over 2 hours. He dashed for a bus for over 2 hours. ഇവിടെ ഏതായിരിക്കും ആൻസർ? She was waiting for a bus for over 2 hours. ഏതാ? ഓപ്ഷൻ സി ആണ്, was waiting. ഓപ്ഷൻ സി വാസ് വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ആണോ? ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് പ്രിൻഷ ഇത് ഹാസ് ബീൻ ആണെന്ന് പറയുന്നത്? നമ്മുടെ സാഗർ കമന്റ് ഇട്ടിട്ടുണ്ട്. സാഗർ പറയുന്നു 4 ഉണ്ടെന്ന്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രിൻഷ? പീരീഡ് തന്നിട്ടുണ്ട് അല്ലേ? 4 over 2 hours എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ടൈമിനെയാണ്. 4 സൂചിപ്പിക്കുന്നത് പീരീഡ് ഓഫ് ടൈമിനെയാണ്. ഈ 4 അല്ലെങ്കിൽ സിൻസ് ഏത് ടെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്? പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. ഓക്കെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം. ഓക്കെ, ഇവിടെ
തീർച്ചയായിട്ടും ഇത് പ്രസന്റിലായിരിക്കും. കാരണം ഇത് പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ബിഫോർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂഷൻസ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂഷൻസിൽ നമ്മൾ എന്താ ഓക്സിലറി യൂസ് ചെയ്യുക? Has or have plus been ഹാസ് plus അല്ലെങ്കിൽ ഓർ ഹാവ് പ്ലസ് ബീൻ been പ്ലസ് plus വെർബിന്റെ ing രൂപമാണ് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ശരി ഉത്തരം ഏതാ? A. Option ഓപ്ഷൻ A. എ Has been. അല്ലേ? യെസ്, കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നസീറ തന്നെ പറഞ്ഞു. നസീറ വായിച്ചോ. He dash reply to your lecture as soon as possible. ഏതാ ഇവിടെ ആൻസർ? He will reply. ഹി ഡാഷ് റിപ്ലൈ ടു യുവർ ലെറ്റർ ആസ് സൂൺ ആസ് പോസിബിൾ. ഇവിടെ എന്തുകൊണ്ടാണ് നസീറ വില്ല് പറയാൻ കാരണം? As soon as possible indicates future tense. ആസ് സൂൺ ആസ് പോസിബിൾ, ഉടൻ തന്നെ എന്ന് പറയുമ്പോൾ ഇത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു അല്ലേ? Yes. അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, സാഗറും പ്രിൻഷൊക്കെ ചെയ്യുന്ന പോലെ. ഇനി ഇവിടെ പ്രിൻഷ പറഞ്ഞ ആൻസർ. വേറെ സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ള റിക്വസ്റ്റ് അയക്കേട്ടോ. ഭവ്യ, രേഖ, സുജി. When I reached the station, ആ the train had already left. when I reached the station the train have already left എന്ന് പറയുന്നു. ഏതാ ഉത്തരം? Had. D. ഡി. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നത്? SP plus PP ഫോം ആണ്. SP പ്ലസ് PP. അതെങ്ങനെയാ മനസ്സിലായത്? രണ്ട് ആക്ഷൻസ്. രണ്ട് ആക്ഷൻസ് അല്ലേ? രണ്ട് ടു പാസ്റ്റ് ആക്ഷൻസ് വന്നാൽ ഫസ്റ്റ് നടന്നത് PP. ഫസ്റ്റ് ആക്ഷൻ PP, സെക്കൻഡ് ആക്ഷനോ സിമ്പിൾ പാസ്റ്റ്. SP സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇവിടെ വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി ഇപ്പുറത്ത് അതിന്റെ മുന്നേ വേറെന്തോ നടന്നിട്ടുണ്ട്. ആദ്യം ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്. അത് പാസ്റ്റ് പെർഫെക്റ്റ് PP-യിലായിരിക്കും. PP മീൻസ് ഹാഡ് വെച്ചാണ് പറയാ അല്ലേ? യെസ്, അപ്പൊ അത് ക്ലിയർ ആണ്. ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സിനു കുഴപ്പമില്ല. സിനുവിന്റെ റിക്വസ്റ്റ് എനിക്ക് ഒരുപാട് തവണ കിട്ടി, പക്ഷെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. സിനുവിന് റിഫ്രഷ് ചെയ്ത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഇനി ഓക്കെ, ഞാൻ ഭവ്യനോട് ചോദിക്കാം. ഭവ്യ, അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ ഭവ്യ. I dash my work by tomorrow. Finished. C. ഏതാ ഉത്തരം? സി എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, പ്രിൻഷ ശരിയാണോ? സർ ടുമോറോ ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഷോൾ ഹാവ് ഫിനിഷ്ഡ്. ടുമോറോ ഫ്യൂച്ചർ ആണ്. അപ്പൊ എന്തോ ഒരു അനൗൺസ്മെന്റ് പോകണം, അതിന്റെ ബഹളാണ്. എന്നാ സൈലന്റ് ആക്കുക, സോറി, മ്യൂട്ട് ചെയ്യൂ. നസീറ പറ, ഇവിടെ ആൻസർ ഏതാ? I finish my work എന്നായിക്കൂടെ? I finish my work tomorrow. Tomorrow ഉണ്ട്. അപ്പൊ അത് എന്താണ്? ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഓപ്ഷനിൽ ഒരേ ഒരു സംഗതി അല്ലേ ഉള്ളൂ. ഷാളോ ഇല്ല വേണ്ടേ? Shall have finished. Yes sir. Okay. മണ്ട. ഓക്കെ, അപ്പൊ അടുത്തത് ഭവ്യനോട്. ഭവ്യ, ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആൻസർ മനസ്സിലായോ? മനസ്സിലായി.
എന്തുകൊണ്ടാണ് ഷാൾ ഹാവ് ഫിനിഷ്ഡ് മനസ്സിലായി വന്നത്? സർ. എന്തുകൊണ്ടാണ് വന്നതെന്ന് പറ. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട്. യെസ്, ടുമോറോ ടുമാറോ. ഉണ്ട്, അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് അല്ലേ? Sir. ഓക്കെ. പറഞ്ഞോളൂ. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ, ടുമോറോ എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചർ ആയിട്ട് തന്നെ വരുമോ? ടുമോറോ ഫ്യൂച്ചർ ആണ്. ടുമോറോ നാളെ അല്ലേ നടക്കാൻ അല്ല, പോണല്ലേ? അതുകൊണ്ടല്ല. ഇപ്പം നമുക്കിപ്പോ സിമ്പിൾ പ്രസന്റ് എടുക്കുന്ന സമയത്തെ അന്ന് പറഞ്ഞില്ലായിരുന്നു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട്. അത് ഫ്യൂച്ചർ ആക്ഷൻ അല്ലേ? അപ്പൊ അന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, ഹി കംസ് ടുമോറോ എന്നുള്ള രീതിയിൽ. പറയാം. അപ്പൊ ഇവിടെ ഫിനിഷ് വരില്ലേന്നാ? അതായത് മുൻകൂട്ടി ഉറപ്പിച്ച് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയാൻ വേണ്ടി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഐ ഫിനിഷ് മൈ വർക്ക് ബൈ ടുമോറോ എന്നുള്ളത് വരുമോ എന്നുള്ളതാണ് സംശയം. പക്ഷെ വരില്ല. അതിന്റെ കാരണം ഇവിടെ ബൈ ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താ? നാളെയോടെ. ഈ ഓടെ എന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിലെ കംപ്ലീഷനെ സൂചിപ്പിക്കുന്നു. എന്താണ് ഫ്യൂച്ചറിലെ കംപ്ലീഷൻ? ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബൈ വെച്ചിട്ട് കംപ്ലീഷൻ, പൂർത്തീകരണത്തെ കുറിച്ച് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഷാൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത് ആൻസർ ആവുന്നത്, എന്തും കൂടി ഉണ്ട്, ഹാവ് പ്ലസ് V3 ഉണ്ട്. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇത് ആൻസർ ആവുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം ശരിയാണ്. ഇപ്പൊ മൈ വർക്ക്, ഐ ഡാഷ് മൈ വർക്ക് ടുമോറോ, ബൈ ഒഴിവാക്കിയിട്ട് വർക്ക് ടുമോറോ എന്നാണെങ്കിൽ ഇതും ശരിയാണ്. അതാണ് ശരി. ബൈ ഉള്ളത് കൊണ്ടാണ് ആ ഒരു മാറ്റം വന്നത്. ഇനി അതിന്റെ കൂടെ ഒരു അഡീഷണൽ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ പുതിയ പേജ് ഇപ്പൊ എങ്ങനെ എടുക്കുക? അത് പുതിയൊരു സാധനമാണ്. ഇവിടെ എവിടെയെങ്കിലും ബട്ടൺ വല്ലതും ഉണ്ടോ പുതിയതെടുക്കാൻ? അയ്യോ, ഇതല്ല പേജ്. യന്ത്രത്തിന്റെ പ്രവർത്തനം അറിയാത്തോണ്ടേ ആണല്ലോ. ഓക്കെ, ഞാനിത് ഇവിടെ എഴുതാം കേട്ടോ, ഈ സൈഡിൽ. അതായത് ഇപ്പൊ ചോദ്യം ഐ ഡാഷ് മൈ വർക്ക് ടുമോറോ എന്ന് തന്നിട്ടുണ്ട് ചോദ്യം. ഓപ്ഷൻ എ ഫിനിഷ് എന്നുണ്ട്. ഓപ്ഷൻ ബി ഐ വിൽ ഫിനിഷ്. ഇതിലേതാ ശരി? ഫിനിഷ് വരും. രണ്ടും ശരിയാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്. പിന്നെ സ്വാഭാവികമായിട്ട് ഐ വിൽ ഫിനിഷ് മൈ വർക്ക് ടുമോറോ. ഇതിന് കൂടുതൽ ശരി ഏതാ? വിൽ ഫിനിഷ് ആണ്. സ്വാഭാവികമായും നമ്മൾ ഫ്യൂച്ചർ പറയാണ്, ടുമോറോ എന്ന് പറഞ്ഞ ഫ്യൂച്ചറാണ്. അപ്പൊ വില്ലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് പറയണ്ട, ഇതാണ് ശരി. അങ്ങനെ അഥവാ വന്നാൽ മാത്രം ഈ പറഞ്ഞ ഐ വിൽ ഫിനിഷ് തന്നെ എഴുതണം കേട്ടോ. അതില്ലെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. യെസ്, കാരണം അത് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചത് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ നോർമൽ കേസിൽ ഫ്യൂച്ചറിന്റെ ചിഹ്നമാണ് ടുമോറോ, അപ്പോ ഐ വിൽ ഫിനിഷ്. എന്നാൽ ഇപ്പൊ ചില എന്താ പറയാ, ചീഫ് മിനിസ്റ്റർ വരിക, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കേരളം വിസിറ്റ് ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്, ഇത് തന്നെ പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനത്തെ ഔദ്യോഗികമായ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഗതികൾ വരുമ്പോൾ നിങ്ങൾ ഇതിനെ പ്രയോറിറ്റി സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കണം. ഇത് രണ്ടും ശരിയാണ്, കൂടുതൽ ശരി ഇപ്പൊ ഇതില് ഓപ്ഷൻ ബി ആണ്. പക്ഷെ അത് പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കേസാണെങ്കിൽ, കാരണം നമുക്ക് ഉറപ്പാണ് അത് നേരത്തെ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത കേസുകളാണ്, അതുകൊണ്ട് അവിടെ നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണം, ഓപ്ഷൻ എ കേട്ടോ. യെസ്, അവിടെ തന്നെ നിന്നോട്ടോ പോലെ.
ഇനി ഞാൻ അടുത്ത ചോദ്യം വീണ്ടും ഭവ്യനോട് ചോദിക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞ ഭവ്യെ. ഇല്ലേ ഭവ്യല്ലേ? എന്നാ അടുത്തത് നസീറ പറ. By this time next year, he dash his promotion. He will have received his promotion. വെരി ഗുഡ്. എന്തുകൊണ്ട്? By this time നെക്സ്റ്റ് ഇയർ ആണ്. ബൈ Next ദിസ് year. ടൈം നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞപ്പോ രണ്ട് കാര്യമായി. ഒന്ന് ഫ്യൂച്ചർ. നെക്സ്റ്റ് ഇയർ എന്ന് കേട്ടപ്പോ എന്ത് മനസ്സിലായി? ഫ്യൂച്ചർ ആണ്. ഇനി ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞപ്പോഴോ ഈ perfect tense ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. അതെന്താ? ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തോടെ അല്ലേ? Yes. അപ്പൊ കംപ്ലീഷൻ ആണ്. ഫ്യൂച്ചറിലെ കംപ്ലീഷൻ അല്ലേ സൂചിപ്പിക്കുന്നത്? Yes. ഫ്യൂച്ചറിലെ കംപ്ലീഷനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഏത് ടെൻസാ വരിക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വിൽ ഹാവ് പ്ലസ് V3 വേണം. ഇതിന്റെ തൊട്ട് മുമ്പ് ചോദിച്ച ചോദ്യവും ഇത് അതേ ടൈപ്പ് ക്വസ്റ്റ്യനാ. ഓക്കെ ഓക്കെ Yes, sir. യെസ് യെസ് എന്ന് പറയണം. എന്താ അറിയോ, നസീറ മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയണം. ഈ കുറെ ആൾക്കാർ ഇതിനകത്ത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ഗുണമാണ് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ. ഇനി അടുത്ത ചോദ്യം ആതിരേനോടാണ്. ഒന്ന് വായിച്ചിട്ട് ആൻസർ പറഞ്ഞ ആതിര വേഗം പറയണം. പ്രിൻഷ. When do you wish dash now or later? When do you wish to begin ആണ് സർ. നമ്മളപ്പോൾ വെർബിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ബിഗിൻ അല്ലേ യൂസ് ചെയ്യുന്നു. അല്ല സോറി, ടു യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ടെൻസിന്റെ ഭാഗത്തുള്ള ചോദ്യമല്ല. ഇത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അടുത്ത ചോദ്യം. Raju dash for the bus for 1 hour before he hired a taxi. ഓക്കെ, Raju had been waiting for the bus for 1 hour before he hired a taxi. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ കൂടെ പറയണം. അതായത് രണ്ടും പാസ്റ്റിലാണ്. ഒരെണ്ണം ഫസ്റ്റ്, രണ്ടാമത് സിമ്പിൾ പാസ്റ്റ്. അതായത് അല്ല SP plus PP അല്ലേ സർ? വേറെ ആർക്കാ പറയാൻ പറ്റും? PPCയില് വരൂലേ സർ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഇതിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ല ഫോറും സിൻസും വരുമ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യെസ്, ഇവിടെയാണ് അതിന്റെ പോയിന്റ്. ഫോർ 1 hour എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫോറോ സിൻസോ വന്നാൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അത് ബിഫോർ വന്നതുകൊണ്ട്. ബിഫോർ ഹി ഹയർഡ് ടാക്സി, അപ്പൊ അത് പാസ്റ്റ് കഴിഞ്ഞു പോയത്, അതിന്റെ മുമ്പേ നടന്ന സംഭവമാണ് അല്ലേ? അപ്പൊ PPC. അപ്പൊ നമ്മൾ SP plus PPC എന്ന് പറയുന്ന ഫോർമാറ്റ് അത് മനസ്സിലായില്ലേ പ്രിൻഷ? ഓക്കെ, താങ്ക് യു. അടുത്ത ആള് ആതിര. ഓക്കെ ആണോ? യൂസ് ദ കറക്റ്റ് വെർബ് ഫോം. ഒന്ന് ആതിര ആൻസർ പറഞ്ഞേ. He goes to school every day. He goes to school every day. Why? എന്തുകൊണ്ട്? എവറിഡേ പ്രസന്റിലാണല്ലോ, അതുകൊണ്ട് ശീലങ്ങളാണല്ലോ. സ്കൂളിൽ പോവാന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമായിട്ട് പറയാലോ, സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ടെൻസ് ഏതാ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? സിമ്പിൾ പ്രസന്റ്. ഗുഡ്. അങ്ങനെയാണെങ്കിൽ
താങ്ക് യു. നെക്സ്റ്റ് റസീന പറയുന്നതിന്റെ ആൻസർ വായിച്ചിട്ട്. Hello, sir. റസീന കേൾക്കുന്നുണ്ടോ? പറ. When I കേൾക്കുന്നുണ്ട്. reached the station, the train dash started. When I reached the station, train dash started. The train has started. Has ആണോ? Had started. എങ്ങനെയാ ഹാർഡ് വന്ന്? അവിടെ ആദ്യത്തത് ആ സിമ്പിൾ പാസ്റ്റ് രണ്ട് ആണ്. പാസ്റ്റ് ആക്ഷൻ ഉണ്ട് അല്ലേ? ആദ്യം നടന്നത് പാസ്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നെ നടന്നത് എസ് പിയിലും പറയേണ്ടത്. അപ്പൊ ഇവിടെ രണ്ടാമത് നടന്നത് നമ്മൾ സ്റ്റേഷനിൽ എത്തിയതാണ് അല്ലേ? അപ്പൊ ഇത് എസ് പി ആണ്. ഇനി ട്രെയിൻ പോയത് പി പി പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഓക്സിലറി ഏതാ? ഹാഡ് അല്ലേ? ഹാഡ്. ആ അതുകൊണ്ട് ഹാഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. യെസ്, ഓക്കെ. സിനു കുഴപ്പമില്ല. സിനുവിന്റെ ടെക്നിക്കൽ എററാണ് കേട്ടോ, ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ ആതിരയിലേക്ക് പോവാണ്. ആതിര, നമ്മൾ അടുത്ത സെറ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നു. ഇത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറയണം. ഐ ഡാഷ് ബിഗ് സിറ്റീസ്. I dash big cities. I like. എന്തുകൊണ്ട് ലൈക്ക് വന്നു? I like big cities. ഇവിടെ ശരിക്കും സിമ്പിൾ പ്രസന്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സിമ്പിൾ പ്രസന്റ് ഡു അല്ലെങ്കിൽ അപ്പോ ഒരു വെർബ് അതുപോലെ ഇരിക്കുന്നുണ്ട്. അതിനുള്ളിൽ ആരാളുള്ളത്? ഡു. ആയതുകൊണ്ട് ഡു അല്ലേ? യെസ്. അതല്ലെങ്കിൽ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ സന്ദർശിക്കാറുണ്ട്, ഒരു സ്ഥിരമായ കാര്യമാണ്, ഒരു ശീലത്തെ കുറിച്ചാണ് പറയുന്നത്. വലിയ സിറ്റികൾ സന്ദർശിക്കാറുണ്ട്. ഇത് ബ്രാക്കറ്റിൽ ഇപ്പൊ ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിലും ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, യെസ്, താങ്ക് യു. അടുത്തത് ഓക്കെ, പ്രിൻഷ. വി ഡാഷ് അറ്റ് 4 o'clock. Hello, sir. We dash at 4 o'clock. We arrived. We arrived. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? വൈ? ഇത് സിമ്പിൾ പാസ്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ്? സിമ്പിൾ പാസ്റ്റ്. എങ്ങനെയാ അത് മനസ്സിലായത് സിമ്പിൾ പാസ്റ്റ് ആണെന്നുള്ളത്? ഹലോ, ഞാൻ ലൈവിലാണ്. മറ്റേ പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. എങ്ങനെയാ? മറ്റേ പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് ഓഫ് ഒരു സംഭവം നടന്നതിന്റെ പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട് അല്ലെ? എപ്പോഴാണ് നടന്നതെന്ന് എക്സാക്ട് ടൈം തന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞുപോയ സമയം തന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സമയം തന്നിട്ടുണ്ടെങ്കിൽ ഏത് ടെൻസ്? സമയം തന്നാൽ ടൈം ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ടൈം തന്നിട്ടില്ലെങ്കിലോ? നോ ടൈം ആണെങ്കിലോ? യെസ്, അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ആവും. ഓക്കെ, ഇവിടെ വെറും വി ഡാഷ് എന്നുള്ളൂ എന്ന് വെച്ചോ. അപ്പോ ഹാവ് അറൈവ്ഡ് അല്ലേ? ഗോട്ട് ഇറ്റ്? യെസ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ആതിര പറ. സ്റ്റേജിലേക്ക് ആർക്കോടും വരാട്ടോ. Just the correct form. It's late. I have dash now. Now എന്ന് പറയുമ്പോൾ പ്രസന്റിലുള്ള കാര്യങ്ങള്. പ്രസന്റ് പെർഫെക്റ്റില്, പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസില്. പ്രസന്റ് കണ്ടിന്യൂസ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഒരു ഹാവ് വരുന്നുണ്ട്. ഇവിടെ ഇത് ടെൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമല്ല. ഇവിടെ ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് ഇല്ലേ? ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടില്ല, അവിടുത്തെ ചോദ്യമാണ്. അപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് പോവേണ്ട, അതുപോലെ ഇത് മോഡൽ ഓക്സിലറിന്റെ ഭാഗത്തും കൂടെ ഉള്ള ചോദ്യമാണ്. എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ ഹാവ് ടു ആണ് പറയാൻ. ഹാവ് ടു. ഒരു കടമയാണെങ്കിൽ അത് ഓട്ട് ടു.
അപ്പോൾ ഐ ഹാവ് ടു എന്ത് ഗോ നൗ. To go. ആ അപ്പൊ ഹാവ് ടു വന്നാലും ought to വന്നാലും V1 ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഏത് മോഡൽ ഓക്സിലറി ആണെങ്കിലും. ഓക്കെ. അപ്പൊ ഇവിടെ ടു ഗോ ആണ് കേട്ടോ. ഹാവ് ടു ഗോ. V1 ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതിന് മുമ്പിൽ എന്ത് വേണമായിരുന്നു? ഒരു ടു കൂടി വേണ്ട, ഹാവ് ടു ഇല്ലേ. അപ്പൊ അത് ഇവിടെ കൂട്ടുമ്പോൾ ഐ ഹാവ് ടു ഗോ കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞോളൂ. ആരാ? ആദ്യം തന്നെ പറഞ്ഞോ. ഇതൊരു കോൺബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ആൻസർ കിട്ടുന്നുണ്ട്. സം ഓഫ് ദിസ് മണി. Sum of this money dash yours. മണിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മണി, അളവ്, മെഷർമെന്റ്. അതെ അതെ. അപ്പം സിംഗുലർ വരണം. സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഉത്തരം ഏതായിരിക്കും? ഈസ് വരും. ഓക്കെ. എന്താണ്? ഈസ് വരും. ഓപ്ഷൻ എ ആണ് ശരി. ഓക്കെ, താങ്ക് യു. നസീറ പറ അടുത്തതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഹിറ്റ് ഇസ്. ഹിറ്റ്. ടീയിൽ അവസാനിക്കുന്ന വാക്കുകളുടെയൊക്കെ 3 രൂപങ്ങളും സെയിം ആയിരിക്കും. കട്ട്, കട്ട്, കട്ട്. പുട്ട്, പുട്ട്, പുട്ട്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാ? ഓക്കെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് ഫോം ആണ് കേട്ടോ. ഇതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞാൽ വെർബിന്റെ V3 രൂപമാണ് കേട്ടോ. ഓക്കെ. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ING രൂപമാണ് വെർബിന്റെ കേട്ടാ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 രൂപം. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്തത് പ്രിൻഷ. Sir, the past perfect tense form of the sentence, he wrote a letter. പറഞ്ഞേ. He had written a letter. ഹാർഡ് റിട്ടൺ എ ലെറ്റർ അല്ലേ? എന്തുകൊണ്ടാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ഓക്സിലറി ഏതാ? Had plus V3. യെസ്, ഗുഡ്, താങ്ക് യു. ഓക്കെ. ഇനി അടുത്തത് ജിഷ, ജീന. ജിഷ ഒന്നൊരു സ്റ്റേജിലേക്ക് വാ. ജീന ഓർ ജിഷ. റസീന. രണ്ടുപേരും വിളിച്ചിട്ട് വരുന്നില്ല. റസീന പറ ആൻസർ. All the dolls have been dashed from Italy. ഇത് പാസീവ് വോയിസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് കേട്ടോ. ഹാവ് ബീൻ ഇമ്പോർട്ടഡ് ആട്ടോ. P3 വരിക, കാരണം അത് പാസീവ് വോയിസ് ആണ്. അതെന്താന്നുള്ളത് ഞാൻ പാസീവ് വോയിസിൽ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ ടെൻസിന്റെ ഇടയിൽ കൂടെ വേറെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. മൈ ബ്രദർ ഡാഷ് ഇൻ ഡൽഹി സിൻസ്. ഇത് പറഞ്ഞോ, ഇത് ടെൻസ് ആണ്. My brother dashed in Delhi since 2005. My brother has been working. ആണോ? എന്തുകൊണ്ടാ? സിൻസ് ഉണ്ട്. സിൻസും ഫോർ വന്നാൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ബീൻ പ്ലസ് ING ഉണ്ടാവും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഇത് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ആർക്ക് സംശയം ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് അയച്ചിട്ട് ചോദിക്കുക കേട്ടോ. സാഗർ എസ് ഒന്ന് സ്റ്റേജിലേക്ക് വാ. രജനി സ്റ്റേജിലേക്ക് വാ. ഭവ്യ സ്റ്റേജിലേക്ക് വാ. ഇനി അടുത്ത ചോദ്യം ആതിര എന്നോടാ ചോദിക്കുന്നത്. ആതിര, ഇതിന്റെ ആൻസർ പറ. The porter could not dash the heavy bag. Options C ആണോ സർ? ബി. അതായത് ഇതും ടെൻസിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യം അല്ല. നമ്മൾ മോഡൽ ഓക്സിലറി ആയിട്ടുള്ള മേ, മൈറ്റ്, ക്യാൻ,
കുഡ്, നേരത്തെ പറഞ്ഞ ought to, need to, ഇത് ഏത് വന്നാലും V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. വെർബിന്റെ ഫസ്റ്റ് ഫോം. ഇവിടെ കുഡ് ഉണ്ട് കേട്ടോ. യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10. ഹി ഡാഷ് എബ്രോഡ് ലാസ്റ്റ് ഇയർ. ഇത് പ്രിൻസ് പറ. പറ പ്രിൻസേ. Hello, sir. ആ He had gone abroad last year. ആ ഹാഡ് ഗോണാ? പ്രിൻസേ നല്ല അടി വെച്ച് തരും കേട്ടോ. അല്ല. He went abroad. ഉണ്ടെങ്കിൽ എന്തിന്റെ Went സൂചന? abroad. സിമ്പിൾ പാസ്റ്റ് വരും. സിമ്പിൾ പാസ്റ്റിന്റെ സൂചനകളാണ് ലാസ്റ്റ്, എഗോ, മനസ്സിലല്ലേ, യെസ്റ്റർഡേ, ഇത് മൂന്നും, പിന്നെ ഒരു എക്സാക്ട് ടൈമും അറ്റ് വെച്ചിട്ട് പറയും. അറ്റ് 4 o'clock, അറ്റ് 5 PM, മനസ്സിലായില്ലേ? ആ ഒന്നുകിൽ ലാസ്റ്റ്, അല്ലെങ്കിൽ എഗോ, അല്ലെങ്കിൽ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഒരു എക്സാക്ട് ടൈം. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ലാസ്റ്റ് ഇയർ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഏതാ ഉത്തരം? He went abroad. He went abroad last year. യെസ്. ഇനി അവിടെ തന്നിട്ടില്ലെങ്കിൽ he has gone എന്ന വരിക, Gone. ലാസ്റ്റ് ഇയർ ഇല്ലെങ്കിൽ. അടുത്ത സെറ്റിലേക്ക് പോകണം, മൂന്നാമത്തെ. പ്രിൻസ് തന്നെ പറ. It dash raining since 6 o'clock. സിൻസ് ഉണ്ട്. It was raining. സിൻസും ഫോറും കണ്ടാൽ ബീൻ പ്ലസ് ING വേണ്ടേ? ഇതിപ്പോഴും മാറിപ്പോകുന്നുണ്ട്. മാറാൻ പാടില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് സിൻസ് അല്ലെങ്കിൽ ഫോർ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. എന്താണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? അത് പ്രസന്റ് പെർഫെക്റ്റ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് ആവാം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്തുണ്ടാവും? ബീൻ പ്ലസ് വെർബിന്റെ ഇവിടെ ING തന്നിട്ടുണ്ട് റെയിനിങ്ങിന്റെ. അപ്പോ ബീന് വേണം, ഹാസ് ബീൻ കേട്ടാ, തെറ്റിദ്ധരിക്കരുതേ. ഓക്കെ. സൂര്യ റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇനി ഒന്ന് അയച്ചു നോക്ക്. സിനുവിൻ്റെ പിന്നെ കിട്ടുന്നേ അല്ല. സിനുവിന്റെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. സൂര്യന്റെ അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമാണത്. രണ്ടുപേർക്ക് ആ പ്രശ്നമുണ്ട്. സർ ഇവിടെ ഹാഡ് ബീൻ വേണമെങ്കിൽ വന്നൂടെ? ഹാഡ് ബീൻ വരണമെങ്കിൽ ഈ സെന്റൻസിന്റെ എവിടെയെങ്കിലും ഇത് പാസ്റ്റ് ആണെന്ന് സൂചിപ്പിക്കണം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഉദാഹരണം, നല്ല ചോദ്യം അത്. ഞാൻ ഈ ചോദ്യം വേറെ രൂപത്തിൽ തരാം. ഇറ്റ് ഡാഷ് റെയിനിങ് സിൻസ് 6 o'clock but now it was stopped. ഇപ്പൊ ഉത്തരം എന്താ വരിക? ചോദിച്ചാള് പറ. ഇവിടെ now it is എന്നല്ല വരണ്ടേരാ? ഭവ്യ, now it is എന്ന് വേണ്ടിയില്ലേ? stop. now it is stopped. now it was stopped അല്ല, അത് പാസീവില് പറയുമ്പോൾ വാസ് എന്ന് പറയാം, now it is stopped രണ്ടും പറയാം, നോ പ്രോബ്ലം. എനിവേ ഇത് എന്തായി? ഇപ്പൊ സ്റ്റോപ്പ് ആയി എന്നല്ലേ പറഞ്ഞേ? അതെ സർ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഹാഡ് ബീൻ. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ബട്ട് നൗ ഇറ്റ് ഈസ് സ്റ്റോപ്ഡ്, നൗ ഇറ്റ് വാസ് സ്റ്റോപ്ഡ്. ഇപ്പൊ അത് നിന്നു, ഇല്ല മഴ.
അങ്ങനെ എന്തെങ്കിലും സൂചന തന്നാലേ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആവൂ. അല്ലാത്ത പക്ഷം എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ മനസ്സിലായി. ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ ഞാൻ തരാം. ഇതിൽ പേജ് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഇപ്പോൾ ഒരു കുഴപ്പം എഴുതാനേ. അപ്പം ഞാൻ വേറെ ചോദ്യം തരാം. ഭവ്യന്റെ സ്ഥലം എവിടെയായിരുന്നു? കൊല്ലം. ഭവ്യ ഡാഷ് ലിവിങ് ഇൻ പത്തനംതിട്ട. പത്തനംതിട്ട. നൗ പത്തനംതിട്ട. For last 5 years. Now she lives in Kollam. ഇവിടെ എന്താ വരിക? had been. എന്തുകൊണ്ടാ had been വരുന്നത്? last 5 years. 5 കൊല്ലം അവിടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നൗ കൊല്ലം അവിടെ ഇല്ല അല്ലെ? നമ്മൾ ആദ്യം 4 എന്ന് എഴുതപ്പോ ആദ്യം മനസ്സിലായത് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആണ്. പാസ്റ്റ് ആണെന്ന് മനസ്സിലായത് ഷീ ഇങ്ങനെ വരും. അപ്പോഴേ പാസ്റ്റിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയി. ഇനി അടുത്ത ചോദ്യം, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഓക്കെ, അതിൽ ചോദ്യം. ഇനി അടുത്തത് ഓക്കെ, നസീറ ആൻസർ പറ. I didn't dash his homework. I didn't do. വെരി ഗുഡ്. അതായത് ഈ ഡു, 2 ഡു ഉണ്ട്. ഒരു ഡു ഏതാ? നമ്മൾ ഓക്സിലറി വെർബ്. പിന്നെ ഒരു ഡു എന്താ? നമ്മളെ വെർബ് ചെയ്യുക, ജോലി ചെയ്യുക അല്ലേ? ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉള്ള ഡു. അപ്പോൾ ഇവിടെ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബായ ഡൂവിൻ്റെ പാസ്റ്റായ ഡിഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെർബിൽ നിന്നും ഓക്സിലറിനെ പുറത്തെടുത്താൽ എപ്പോഴും എന്താണ് എഴുതുക? V1 എഴുതാൻ പാടുള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം ആതിര. പറ. I had just finished the lunch when the phone dash. യെസ്. ഇവിടെ ഏതാണ് ആൻസർ വരിക? ഇവിടെ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് നടക്കുന്നത്. അപ്പം അപ്പം അടുത്ത സിമ്പിൾ പാസ്റ്റ് വരും. അപ്പൊ റാങ് വരും. അത് SP പ്ലസ് PP ആണ്. അപ്പൊ ഇവിടെ PP തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ SP ക്കാണ് സാധ്യത. കാരണം ഐ ഹാഡ് ജസ്റ്റ് ഫിനിഷ് ദ ലഞ്ച്. ഞാൻ ലഞ്ച് തീർത്തതേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോ? ഫോൺ ബെല്ലടിച്ചപ്പോ. അപ്പൊ ഇവിടെ ആദ്യം നടന്ന സംഭവം എന്താ? ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് എന്തടിച്ചത്? ബെല്ലടിച്ചത്. ബെല്ലടിച്ച രണ്ടാമത്തെ ആക്ഷൻ ആണ്. അപ്പൊ സെക്കൻഡ് ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റിൽ വരും. സിമ്പിൾ പാസ്റ്റില്. റിങ്ങിന്റെ പാസ്റ്റ് എന്താ? റിങ്, റാങ്, റങ്. അതിന്റെ V3 ആണ് റങ്. റിങ്, റാങ്, റങ്. അടുത്ത ചോദ്യം. വി ഡാഷ് എ ട്രിപ്പ്. ആതിര തന്നെ പറഞ്ഞു. വി ഡാഷ് ട്രിപ്പ് ടു ഡൽഹി ലാസ്റ്റ് സമ്മർ. We dash a trip to Delhi last summer. ആൻസർ പറ. We were with late. ഓക്കെ, നോക്കാം. ദീപ സിറ്റി സ്റ്റേജിലേക്ക് പോവാ. നസീറ തൽക്കാലം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കോ. പിന്നെ പ്രിൻഷെ ഇറങ്ങിക്കോ. ഓക്കെ, എന്നിട്ട് 2 പുതിയ ആതിര
ദിവിൻ we sorry. had വരും sir. We had a trip to Delhi last summer. രഞ്ജിനി, 2 രഞ്ജിനി ഉണ്ട്. 2 രഞ്ജിനിമാര് സ്റ്റേജിലേക്ക് വാ. ദീപ സെട്ടി വന്നോ? ഓക്കെ. അപ്പൊ ആതിര ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാഡ് എന്നാണ്. എന്താണ് ഹാഡ് വരാൻ കാരണം ആതിര? ഇവിടെ വെർബിന്റെ ഫോമുല അങ്ങനെയാ വരുന്നത് ടോട്ടൽ മീനിങ് എടുക്കുന്ന സമയത്ത്. അതായത് നമ്മളിപ്പോ ട്രിപ്പ് പോവുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹാവ് എ ട്രിപ്പ് എന്നാ പറയാ. എന്താ? ഹാവ് എ ട്രിപ്പ്. ഇതൊരു ശൈലി, ഒരു ഫ്രേസ് ആണ്. ഈ ഹാവ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? വെർബാണ്. പക്ഷെ നമുക്ക് വേറൊരു ഹാവ് ഉണ്ട്. ഏതാ? ഓക്സിലറി വെർബായ ഹാവ് ഉണ്ട്. അത് കൂടാതെ യാത്ര പോവുക എന്ന അർത്ഥത്തിൽ ഹാവ് എ ട്രിപ്പ്, അല്ലെ? ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുക, ഒന്ന് ശ്രമിക്കൂ, ഹാവ് എ ട്രൈ, അല്ലെ? അങ്ങനെ പറയും. പിന്നെ ഭക്ഷണം കഴിക്കുക എന്നതിന് നമ്മൾ ഹാവ് ഫുഡ്, അപ്പോഴും ഇത് വെർബാണ്. അങ്ങനെയൊക്കെ അർത്ഥമുള്ള ഹാവ് ഉണ്ട്. അപ്പോൾ ഇതെപ്പോഴും വെർബാണ്. അപ്പോൾ 2 തരം ഹാവ് ഉണ്ട്, വെർബായ ഹാവും ഓക്സിലറി വെർബായ ഹാവും. ഇവിടെ സ്വാഭാവികമായും വെർബായ ഹാവ് ആണല്ലോ. അപ്പോൾ വി ഹാവ് എ ട്രിപ്പ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ലാസ്റ്റ് ഉണ്ട്, ലാസ്റ്റ് സമ്മർ. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഈ വെർബായ ഹാവിന്റെ പാസ്റ്റ് എഴുതുമ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഡിഡ് കൂട്ടണം. അപ്പൊ എന്താവും? ഹാവ് പ്ലസ് ഡിഡ്. എന്തെങ്കിലും ഈ വിഷയത്തിൽ സംശയം ചോദിക്കാവുന്നതേ ഉള്ളൂ ആർക്കെങ്കിലും. സോ we moves to the next question. ദീപ സിറ്റി ഒന്ന് വായിച്ചേ, മൈക്ക് ഓൺ ആക്കിയിട്ട്. മൈക്ക് ഓഫ് ആ ദീപന്റെ. ഓക്കെ, നസീറ സ്റ്റേജിലിരുന്നോ? കൂടുതൽ ആൾ വന്നാൽ ചിലപ്പോൾ സ്ക്രീൻ ചെറുതാവും, അതുകൊണ്ടാ. ദീപ സിറ്റി. I dash home since last Christmas. കഴിഞ്ഞ ക്രിസ്മസ് മുതൽ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അപ്പൊ എന്താ ആൻസർ വരിക? പോയിട്ടില്ല, പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഐ ഹാവ് ഗോൺ എന്ന് പറയും. പോയിട്ടില്ല, Haven't gone. ഐ ഹാവൻ ഗോൺ. ഓക്കെ. ലാസ്റ്റ് ക്രിസ്മസ് മുതൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ സിൻസ് അപൂർവമായി പെർഫെക്റ്റ് ടെൻസിലും വരാറുണ്ട് എന്നതാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പെർഫെക്റ്റ് ടെൻസിൽ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിലാണ് സിൻസ് ഫോർ ഉപയോഗിക്കുക. 99% വളരെ റയറായിട്ട് പെർഫെക്റ്റ് ടെൻസിലും യൂസ് ചെയ്യാറുണ്ട് ഇത്തരം കേസുകളിൽ. വി യൂഷ്വലി ഡാഷ് ഏർലി ആൻഡ് ഗോ ഫോർ എ വാക്ക്. ദീപ എന്നെ പറ. ദീപ, Get up. എന്തുകൊണ്ടാണ് ഗെറ്റപ്പ് വരുന്നത്? യൂഷ്വലി എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന കാര്യമാണ്. പതിവായി ചെയ്യുന്ന കാര്യം സിമ്പിൾ പ്രസന്റിലാണ് പറയുക, അല്ലേ? അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ വി ആയതുകൊണ്ട് ഡു എന്ന് പറയുന്ന ഓക്സിലറിയാണ് വേണ്ടത്. എഴുന്നേൽക്കുന്നതിന് ഇംഗ്ലീഷിൽ ഗെറ്റപ്പ് എന്നാണ് പറയുക. ഗെറ്റപ്പ് പ്ലസ് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റപ്പ് എന്ന് തന്നെയാണ്, അല്ലേ? ഇനി ഗെറ്റപ്പ് പ്ലസ് ഡസോ? ഗെറ്റ്സ് അപ്പ് എന്നാണ്. നമുക്ക് പ്ലൂറൽ ആയതുകൊണ്ട് ഗെറ്റപ്പ്. ഓക്കെ. ദീപ എന്നെ പറ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരവും. ലാസ്റ്റ് സാറ്റർഡേ വി ഡാഷ് ടു വിസിറ്റ് അവർ ancestral home. ലാസ്റ്റ് സാറ്റർഡേ, ലാസ്റ്റ്, എഗോ, യെസ്റ്റർഡേ ഒക്കെ വന്നാൽ Went. സിമ്പിൾ പാസ്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ A. ആണ് ശരി. ഓക്കെ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഭവ്യ പറയണം. Physics dash is main subject. ഇത് കോൺകോഡിന്റെ ഭാഗത്തുള്ള ചോദ്യം. Physics is his main സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഇസ്, അല്ലേ? അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഭവ്യ തന്നെ പറ. I dash him last Sunday. I met him.
എന്തുകൊണ്ട്? കഴിഞ്ഞ പാസ്റ്റ് ആക്ഷൻ ആണ്, ലാസ്റ്റ് സൺഡേ ആണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ്, അതുകൊണ്ട് ഐ മെറ്റ്. Yes, sir. Good. നമുക്ക് നാളെ പുതിയ ടോപ്പിക്കാണ്.